അഗസ്ത്യന്റെ താഴ്വാരത്തിലൂടെയാണ് ഈ യാത്ര. അക്ഷരം പൂക്കുന്ന കാട് തേടിയുള്ള ഒരു യാത്ര. വർഷങ്ങളായി കാടിനുള്ളിലെ ഏകാധ്യാപക വിദ്യാലയത്തിലെത്തി കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയുണ്ട്. പ്രകൃതിയും മറവും സമ്മേളിക്കുന്ന കാഴ്ചകൾ തേടിയുള്ള ഒരു യാത്രയാണത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉഷ ടീച്ചർ. കഴിഞ്ഞ 20 വർഷമായിട്ട് കാടും മലയും ഒക്കെ താണ്ടി പുഴയൊക്കെ കടന്ന് ഈ ഏകാധ്യാപക വിദ്യാലയത്തിലെത്തി കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർ. ഉഷ ടീച്ചർ ഇപ്പോൾ ആ വിദ്യാലയത്തിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ നമ്മളും രാവിലെ ടീച്ചറിൻ്റെ വീട്ടിലെത്തി. ടീച്ചർ ഇപ്പം നമുക്ക് എത്ര സമയം വേണം? അത് നമ്മൾ നടക്കുന്ന സ്പീഡ് പോലെ ഇരിക്കും. 2 മണിക്കൂർ. 2 മണിക്കൂർ. ടീച്ചറിന് 2 മണിക്കൂർ മതിയാവും. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കുമായിരിക്കും അല്ലേ? നിങ്ങൾ പുതിയ ആൾക്കാരല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ? ശരി. തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ തൊടുമല വാർഡിൽ കുന്നത്തുമല സെറ്റിൽമെന്റിലാണ് അഗസ്ത്യ ഏകാധ്യാപക വിദ്യാലയം. അവിടേക്കെത്താൻ കരിപ്പയാറ് കടക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. നമ്മുടെ കടത്ത് വന്നല്ലോ. ടീച്ചർ കുറേ വർഷമായില്ലേ ഇതുപോലെ സ്കൂളിൽ പോകുന്നു വരുന്നത്? ഇതൊക്കെ നിങ്ങൾ കാണുകയല്ലേ? ബസ്സുകൾ കൊണ്ട് ഇങ്ങനെ പോകുന്നല്ല. വേറെ ഇവിടെ ആരാ ആ വെള്ളിമല കയറണമെന്നുണ്ടെങ്കിൽ വലിയ കുന്നത്തുമല ഇച്ചിരി പണിയാണ്, നല്ല പണിയുണ്ട്. അപ്പൊ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലൊക്കെ എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ നല്ല മഴയായിരിക്കും. അത്ര അവസ്ഥയിലൊക്കെ കാറ്റത്തൊക്കെ അവർ പോകും, ഈ വെള്ളത്തിൽ തന്നെ പോകും. നല്ല ഇച്ചിരി വേറെ ആരാണെങ്കിലും ഉപേക്ഷിച്ച് പോയാൽ. ഇത് വർഷങ്ങളായിട്ടുള്ള ശീലമാണല്ലോ ഇവിടെ വന്ന് ചായ കുടിക്കാന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ഇവിടെ ഒരു ടീം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് പ്രായം ചെന്നവർ എല്ലാവരും കൂടെയൊക്കെ ഇവിടെ കൂടി അവരോടായിരിക്കും ചായ കുടിക്കും. അപ്പം അവരഥവാ ഇനി മടുത്ത് തോന്നിയിരുന്നാലും നമ്മളും കൂടെയൊക്കെ അങ്ങനെ സംസാരിച്ചു അങ്ങനെ കൂടെ ഒന്ന് ചിരിച്ചു പറിക്കൊക്കെ ആകുമ്പോൾ അവർക്കൊരു നല്ലൊരിതാ. എന്തായാലും ചായ കുടിക്കാം. ചായ കുടിക്കും. ശരി പറഞ്ഞോ. നമ്മുടെ ടീച്ചറിന് എത്ര നാളായിട്ട് അറിയാം ചേട്ടാ? ടീച്ചറിന് വിദ്യാഭ്യാസം 20 വർഷം മുമ്പ് കണക്കാണ്. കാര്യം ഒരു സ്ത്രീയെ കൊണ്ട് പറ്റാത്ത രീതിയിലാണ് അവർ ഈ മഴയും വെയിലെല്ലാം കൊണ്ട് ഈ മലയിൽ ഒറ്റയ്ക്ക് ചെന്ന് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളെ ഡിഗ്രി തരുന്നുണ്ട്. അപ്പോൾ വേറെ ടീച്ചറെ കൊണ്ട് പറ്റില്ല. സൗമ്യതയോടും സ്നേഹത്തോടും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ചുരുക്കമാണ്. അങ്ങനെ അപ്പോൾ അവരെ ദൈവമായിട്ട് ഇവിടെ വച്ചിരിക്കുന്നതാണ് നമ്മുടെ നാൻപനയുള്ള അഭിപ്രായം. ടീച്ചറെ, ഈ നാട്ടുകാർക്കൊക്കെ ടീച്ചറിനോട് ഭയങ്കര സ്നേഹമാണല്ലോ. ഞങ്ങൾ രാവിലെ ഇവിടെ കൂടും. രാവിലെ ഞാൻ 7:30 കറക്റ്റ് 7:30 ഇവിടെ വരും. അപ്പോഴറിയാം എല്ലാവർക്കും ഈ പ്രായമുള്ള എല്ലാവരും ഇവിടെ എത്തും. അപ്പോൾ അതാണ് എൻ്റെ കൂട്ടുകാർ, ഇവിടുത്തെ കൂട്ടുകാർ, ജംഗ്ഷനിലെ കൂട്ടുകാർ. നാട്ടുകാരുടെ മൊത്തത്തിലൊരു സ്നേഹം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അത് അഹങ്കാരം എന്നല്ല ടീച്ചർ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ടീച്ചറിനെ അത്രമാത്രം ഒരു നാട് തന്നെ അംഗീകരിക്കുന്നു എന്നുള്ള തെളിവാണ്. എനിക്ക് ചെറിയ പ്രയാസമൊക്കെ തോന്നിയാൽ സമരം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോഴൊക്കെ നാട്ടുകാരും അവിടെ ഉള്ള ആൾക്കാരും ഒക്കെ ഭയങ്കര സഹകരണം. എന്നാൽ ഞാൻ നിരാഹാരമാണ് കിടന്നത്. ഇപ്പോൾ രാവും പകലും എന്നോടൊപ്പം ആൾക്കാരുണ്ട്. പോയിട്ട് ഞാൻ ഈ ശമ്പളം 6 മാസമൊക്കെ ശമ്പളം കിട്ടാതെ ഒന്നും ജോലി സ്ഥിരമാക്കാതെയൊക്കെ വന്നു. ഇനി എനിക്ക് വയസ്സ് 52. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പുഴയെ ചാടാൻ വരെ തീരുമാനമെടുത്തു. സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം വരുമ്പോൾ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരു നിരാശ ഉണ്ടായി ഇടയ്ക്ക്. അവിടെ എല്ലാം ഇവരാണ്. ടീച്ചർ ഈ പുഴയിൽ ചാടണമെന്ന് ഇനി വിചാരിച്ചാലും നടക്കില്ല. കാര്യം അത്രയേറെ സ്നേഹവും പ്രാർത്ഥനയുമാണ് ടീച്ചർക്ക് ഈ നാട് നൽകുന്നത്.
ഇവിടെ ഈ പെരുമഴയും വെള്ളപ്പൊക്കവും ഈ ഒരു അവസ്ഥയിലൊക്കെ എങ്ങനെയാണ് ടീച്ചറെ ഈ തുഴഞ്ഞു പോകുന്നത്? മഴയാണെങ്കിൽ മഴ തോരുന്നത് വരെ കാറ്റിന്റെ ദിശ അനുസരിച്ച് വെള്ളം ചിലപ്പോൾ അങ്ങോട്ട് അങ്ങനെ പോകും. 2 മണിക്കൂർ സഞ്ചരിച്ച് ഈ കാടും മലയും ഈ പുഴയും ഇതൊക്കെ കടന്നു പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്താണ് ടീച്ചർക്ക് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ കാരണം? കാര്യം വേറെ പലരും ആണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് നാട്ടുകാർ പലരും പറഞ്ഞതുപോലെ ഇട്ടിട്ട് പോകുമായിരുന്നു. ഇങ്ങനെ ഒരു താല്പര്യം ഈ 20 വർഷം 1-2 അല്ല 20 വർഷം ടീച്ചറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഘടകം. ഭൂപ്രകൃതി, ഈ പുഴ, ആളുകൾ, കുട്ടികൾ, ഈ മലയും കാടും. അതാണ് എനിക്ക് പ്രകൃതിയെ ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര കണ്ടാലും അത് ഇന്നും 20-22 വർഷം ആയെങ്കിലും ഇപ്പോഴും കണ്ടു മതിയായിട്ടില്ല. ഓരോ സമയവും ഓരോ പാപമായിട്ടാണ്. അപ്പം നമ്മൾ കരിപ്പയാറിൽ നിന്നും ഇറങ്ങി ഇനിയിപ്പോൾ ഈ ഒരു കുന്നത്തുമല സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏകാധ്യാപക വിദ്യാലയമുള്ളത്. കുറേ വർഷമായി കാണുകയല്ലേ ടീച്ചർ ഇങ്ങനെ കയറി പോകുന്നത്? വളരെ ഈ ടീച്ചറായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പിടിച്ചു നിന്ന് ഇത് പോകുന്നത്. അല്ല സാധാരണക്കാർക്ക് പോകാൻ പറ്റത്തില്ല. അത്ര കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഒരു തലമുറയെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ദിശാബോധം കാഴ്ചവെക്കാനും ഒരു കാഴ്ചപ്പാട് ഉള്ളിൽ ഉണ്ടാക്കാനൊക്കെ ടീച്ചർ അത്രയേറെ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലേ? അത്ര സഹിച്ചെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കുടുംബത്തെ ഇട്ടേച്ച് പോയി മലയിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ട് ഒരു കാലത്ത് വിറവ് കൊണ്ട് ഇറങ്ങി വരുന്ന സമയം വീണിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടും കയറി പോകാത്ത പ്ലേസാണ് ഈ കത്തിക്കല്ലോടെ മുകളിലോട്ട്. എന്തായാലും ശരിയേട്ടാ, ഞങ്ങൾ പോയിട്ട് ടീച്ചറിൻ്റെ കുട്ടികളെയും കൂടെ ഒന്ന് കാണട്ടെ. ശരി. ഇപ്പോൾ 9 കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര സമയം വേണ്ടി വരും ഈ രീതിയിൽ സ്പീഡ് നടക്കുകയാണെങ്കിൽ? കൂടുതൽ വേണ്ടി വരും. ടീച്ചർ ഇപ്പം നോക്കുമ്പം ഈ വഴിയൊക്കെ അത്യാവശ്യം പാറയൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുൻപൊന്നും ഇങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലല്ലോ ടീച്ചർ ആദ്യം വരുമ്പോഴൊക്കെ. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതുള്ളൂ ഈ കല്ല് വാങ്ങിയിട്ട്. അവരെവിടെ ടീച്ചറിന് എത്ര വർഷമായിട്ട് അറിയാം? 20 വർഷമായിട്ട് അറിയാം. പക്ഷെ ഒരു നാട്ടുകാർക്കെല്ലാം ഭയങ്കര സ്നേഹമാണല്ലോ. ഈ മോളൊക്കെ പഠിക്കുന്നുണ്ടോ ടീച്ചറെ? മോള് വരുന്നുണ്ടോ ഇപ്പം ക്ലാസ്സിലേക്ക്? എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. വനവാസി മേഖലയിലെയും തീരപ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് 1997 സർക്കാർ DPEP ഉൾപ്പെടുത്തി ആരംഭിച്ചതാണ് ഏകാധ്യാപക വിദ്യാലയങ്ങൾ. സംസ്ഥാനത്താകെയുള്ള 246 ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ 10,000-ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. പഴയ പേരുമാറി ഇന്നത് ബദൽ സ്കൂളായെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രം മാറ്റമുണ്ടായില്ല. വാഹനങ്ങൾ എത്തിപ്പെടാനാവാത്ത ഒറ്റപ്പെട്ട വനവാസി ഊരുകളിലെ കുട്ടികൾക്ക് ഏകാധ്യാപക വിദ്യാലയങ്ങൾ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടു. ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ വീടാണ് ഗോപിക, ജ്യോതിക ഹോസ്റ്റലിൽ. അവളെ ഹോസ്റ്റലിലാക്കി വെച്ചു. അവൾക്ക് ഈ ഇത് ടീച്ചർ ഞാൻ ടീച്ചർ വിളിച്ചിരുന്ന് പരീക്ഷ തുടങ്ങണമെന്ന് പറഞ്ഞു. ബുക്കും പുസ്തകമൊക്കെ കിട്ടിയല്ലോ? ബുക്കും പുസ്തകം 2 തവണ സ്റ്റൈഫൻഡ് കിട്ടിയ? കിട്ടി. ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ഇപ്പൊ എങ്ങനെയാ ഓർത്തെടുക്കുമ്പോ? കുഴപ്പമൊന്നുമില്ല. ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ ടീച്ചർ തന്നെ 2 പേരെയും പഠിപ്പിക്കുന്നത്. ഈ ടീച്ചർ തന്നെ LMS ഹോസ്റ്റലിൽ അഡ്മിഷനാക്കി ശരിയാക്കി തന്നതും ടീച്ചറാണ്. അതുകൊണ്ട് പിന്നെ ടീച്ചർ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. വേൽച്ചൂട് പതിയെ കനക്കുകയാണ്. കടത്തിറങ്ങി നമ്മൾ ഇപ്പോൾ 1 കിലോമീറ്ററോളം പിന്നിട്ടു. ഇനിയുമുണ്ട് ഏകദേശം 3 കിലോമീറ്ററോളം. ഉഷ ടീച്ചർ അടക്കമുള്ള എല്ലാ ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകരെയും മനസ്സാലെ വണങ്ങുകയാണ്. ശിപായിയുടെ മുതൽ ഹെഡ് മാസ്റ്ററിൻ്റെ വരെ ജോലിയെടുക്കുന്ന ഇവിടങ്ങളിലെ അധ്യാപകർക്ക് ഇനിയും ദുരിതകാലം മാറിയിട്ടില്ല. ശമ്പളം പോലും കൃത്യമായി ലഭിക്കാറില്ല. കിലോമീറ്ററുകളോളം നടന്നു വേണം വനവാസി ഊരുകളിലും വിദ്യാലയങ്ങളിലും എത്താൻ. പെരുമഴയും ഇടിമിന്നലും ഉരുൾപൊട്ടലും വന്യജീവികളുമൊക്കെ നനച്ചിരിക്കാതെ ഏത് നിമിഷവും മുന്നിൽ വരാം. ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഇവർക്കൊന്നും ഇൻഷുറൻസ് പരിരക്ഷ പോലും നടപ്പാക്കാൻ സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല.
കോതമംഗലം കുഞ്ചിപ്പാറ ഏകാധ്യാപക വിദ്യാലയത്തിലെ ലിസി ടീച്ചർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നാം അറിഞ്ഞത്. പൂമാല എത്ര വയസ്സായി മുത്തിക്ക്? ഞാൻ പറഞ്ഞില്ലേ 100 വയസ്സായി. 100 വയസ്സായി. ടീച്ചറെ കുറെ നാളായിട്ട് അറിയോ? അറിയും ടീച്ചറെ ഇത്രയേരെ കണ്ടു. ഈ പ്രായം മുതൽ അറിയാം. ദൈവത്തിന് വേണ്ട എന്നെ. ആര് പറഞ്ഞു? അമ്മച്ചിക്ക് നല്ല ദൈവസഹായിച്ച് ഇത്ര ആരോഗ്യമില്ലേ? കന്നി ഒരു മുമ്പേ തന്നെ താനറിഞ്ഞിരുന്നു കല്ലടിയിരിക്കീന കട്ടമൂട്ടിരിക്കീന കല്ലടിയിരുന്നും കൊണ്ട് കല്ലെടുത്തെറിയണം. ഇനിയുള്ള 2 കിലോമീറ്ററുകൾ അങ്ങേയറ്റം ദുർഘടം പിടിച്ചതാണ്. ഉറച്ച ചുവടും താങ്ങിനൊരു വടിയുമുണ്ടെങ്കിലേ ചെങ്കുത്തായ ഈ മല കയറാനാകൂ. ഇടയ്ക്കിരുന്നും നിന്നും ക്ഷീണമകറ്റാൻ ടീച്ചറിന് ചില ഇടങ്ങളുമുണ്ട്. വഴിപോക്കരൊക്കെ ടീച്ചറിന്റെ പരിചയക്കാർ. അവരുടെ വീട്ടുകാര്യങ്ങളും സുഖവിവരങ്ങളും മനസ്സിലാക്കി സ്വന്തം ആസ്മാ രോഗത്തിന്റെ കാഠിന്യമൊക്കെ മറന്ന് വീണ്ടും യാത്ര തുടരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളും ചിലപ്പോഴൊക്കെ വഴിവക്കിലുണ്ടാവും. അവർക്കും വേണ്ടത് ടീച്ചറിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. കാടിന്റെ സംഗീതം ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നു. ചീവീടിന്റെയും ചില പേരറിയ പക്ഷികളുടെയും പിൻവിളികൾ യാത്രയിലുടനീളം പിന്തുടരും. ടീച്ചറിന്റെ ഒപ്പം പിടിക്കാൻ കിതപ്പാറ്റി ഞാനും തൊട്ടുപിറകെ. ടീച്ചറിന്റെ പരിചയക്കാരുടെ എണ്ണം കൂടുകയാണ്. അപരിചിതനായ എന്നെ കണ്ടിട്ടാവണം ആദ്യം ആളൊന്ന് പകച്ചു, പിന്നെ നിർത്താത്ത സ്നേഹപ്രകടനം. പുറം ലോകവുമായി വനവാസികളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഇത് താണ്ടി വേണം ഇവർക്കൊക്കെ നാട്ടിലെ ചന്തകളിലും കടകളിലും എത്താൻ. സർക്കാർ വനവാസികൾക്ക് അനുവദിച്ചു നൽകിയ പ്രത്യേക ഇടങ്ങളിൽ റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികളും കാണാനാകും. ഞങ്ങൾക്കൊപ്പം വന്ന മിനിമോളും കൂട്ടരും ഇപ്പോൾ സ്കൂളെത്തിക്കാണും. ആദ്യമായി ഈ കാട് കയറുന്ന ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ 20 വർഷങ്ങളായി കാട് കയറിയും ഇറങ്ങിയും ജീവിതം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച എൻ്റെ മുന്നേ നടക്കുന്ന ഈ ടീച്ചറിനെ കുറിച്ചാണ്. വഴിപോലും തെളിയാത്ത ആ കാലത്ത് ടീച്ചറിനെ പോലൊരു സ്ത്രീക്ക് എങ്ങനെയാണിത് സാധ്യമായതെന്ന് ഇന്നും ഒരു അതിശയമാണ്. അപ്പോൾ ആ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ ഏകാധ്യാപക വിദ്യാലയം. ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാടും മേടും പുഴയും ഒക്കെ കടന്നത്. ഏതാണ്ട് നമ്മൾ കടത്ത് കഴിഞ്ഞത് 9 മണിക്കാണ്. ഇപ്പോൾ ഒരു 12 ആവാൻ പോകുന്നു. 3 മണിക്കൂറായി. ഇതിപ്പോൾ നമ്മളും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്നാണ് ടീച്ചർ പറയുന്നത്. അല്ലെങ്കിൽ ടീച്ചറിന് ഇതൊരു 2 മണിക്കൂറൊക്കെ മതി. എന്തായാലും കുട്ടികളുടെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി. നമുക്ക് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താം, കുട്ടികളെ കാണാം, ഈ ഒരു വിദ്യാലയം കാണാം. ടീച്ചർ ഇവിടെ പോയി പല കാലാവസ്ഥകളിലും ഇതുവരെ പോയിട്ടുണ്ടല്ലോ. വേനൽ, മഴ, അല്ലേ, മഞ്ഞ്. ഏറ്റവും ഇഷ്ടം മഞ്ഞുകാലം. മഞ്ഞുകാലം തന്നെയാണ്. മഴക്കാലം ഇഷ്ടമാണ്. നമുക്ക് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, വെള്ളം, കല്ലെവിടെ നിന്ന് ഏറ്റവും പാട് കല്ലിരുണ്ട് വരുമെന്നുള്ളൊരു പേടി, മണ്ണിടിച്ചില്ലേ, അത് മാത്രമാണ്. പിന്നെ ഈ കാറ്റ് വരുന്ന ഈ മരങ്ങളെല്ലാം പഴയ മരങ്ങളാണ്. ഇതൊക്കെ ചെത്ത് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ തലനാടിയിലേക്കാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രപഞ്ച ശക്തിയിൽ ടീച്ചർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ? അതങ്ങനെ ഒരുപാട് വിശ്വാസം കാത്ത് രക്ഷിച്ചിട്ടുണ്ട്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയാണ് ഏറ്റവും വലിയ ദൈവം.
ഇതാണല്ലേ ടീച്ചറിന്റെ ഇവിടുത്തെ സെക്യൂരിറ്റി. ഒരാളപ്പുറത്ത് രണ്ടുപേരുണ്ടോ? രണ്ട് കറമ്പനും വിളുമ്പനും. കറമ്പനും വിളുമ്പനും. കറമ്പ എവിടെ പോയി? കറമ്പാടോടെ കറമ്പന് വയ്യ, സുഖമില്ല. ആണോ? ആഹാ, ഹായ്. ഇത്രയും നേരം ടീച്ചറിനെ കാത്തിരിക്കുകയായിരുന്നോ? ഞങ്ങളാണ് ടീച്ചറിനെ താമസിപ്പിച്ചത് കേട്ടോ. ഞങ്ങൾ ടീച്ചറിന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മല കയറി വരുമായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. അയ്യോ ആണോ? എന്തൊക്കെയാ പേരുകൾ? മഹേശ്വരി. ആ, സജിത. അക്ഷരവും പ്രകൃതിയും നന്മയും ഒത്തുചേരുന്ന നിഷ്കളങ്കതയാണ് ഈ മുഖങ്ങളിലാകെ. തുറന്നു ചിരിക്കാനും സ്നേഹിക്കാനുമാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉറവ വറ്റാത്ത നിറവാണ് ഉള്ളുലയ്ക്കുന്ന ഈ ചിരികളിൽ ഞാൻ അറിഞ്ഞത്. ഈ ഏകാധ്യാപക വിദ്യാലയത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സ്കൂളിനെ പറ്റിയാണ് അറിയുന്നത്. അപ്പം ഞാൻ ആദ്യം കാണുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. അതായത് ടീച്ചർ ഒരു ഓഗസ്റ്റ് 15 നമ്മുടെ കൊറോണ സമയത്ത് ഈ പതാക ഉയർത്തുന്നത്. അപ്പോൾ ടീച്ചറിനോടൊപ്പം 2 കുട്ടികളും പിന്നെ ഇവിടുത്തെ ഈ കാവൽക്കാരായ 2 പട്ടികളാണ് ഉണ്ടായിരുന്നത്. അതെങ്ങനെയായിരുന്നു ആ ഒരു ഫോട്ടോ വൈറലായത്? അത് ഞങ്ങൾ ഇവിടെ ഒരു മുള വെച്ചിട്ടാണ് ഞങ്ങൾ കൊടി വെച്ച് ഉയർത്തിയത്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് കുട്ടികളെയൊന്നും കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ, കാരണം ഇങ്ങനെ ഒരു വിശേഷ പരിപാടിയൊക്കെ ഉള്ള ദിവസം ഞാൻ തലേ ദിവസം ഇവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ രാവിലെ 8 മണിക്ക് കൊടി ഉയർത്തണ്ടേ. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങൾ വേറെ ആരെയും വിളിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഉള്ള ഞങ്ങളുടെ ആയയുടെ ഭർത്താവ് അതിനെ സഹായിച്ചിട്ടുണ്ട്. എന്താണത്? പൈനാപ്പിൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ടീച്ചറിന് മാത്രമേ കൊടുക്കോളൂ? എല്ലാവർക്കും ഉണ്ടോ? ഓക്കെ, നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അതിനകത്ത് അവർ ഉപ്പും കൂടെ ഇട്ട് കാണും. അല്ലേ, ഉപ്പ് ഇടുവോ? ഇവർ ഉപ്പും കൂടെ ഇട്ടേ തരുള്ളൂ. സൂപ്പർ. കൃഷിയെ കുറിച്ച് പറഞ്ഞു, മരത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പൂന്തോട്ടം വരയ്ക്കണം. ആരൊക്കെ വരച്ചു പൂന്തോട്ടം? എന്നിട്ട് എവിടെ എല്ലാവരും വീട്ടിൽ വെച്ചിരുന്നാണ്. ഇവിടെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. കൊണ്ടുവരാനാണ് പറഞ്ഞത്. കൊണ്ടുവന്നു. ടി വി ക്ലാസ് കാണാനാണ് ടി വി കാണുന്നത്. അച്ഛന് ക്രിക്കറ്റ് വെക്കുള്ളൂ. അച്ഛൻ ക്രിക്കറ്റ് വെക്കുള്ളൂ. സാന്തനക്കാളും
ഏകാധ്യാപക വിദ്യാലയത്തിലെ ഒരു അധ്യാപിക എങ്ങനെയായിരിക്കുമെന്ന് പലർക്കും സംശയം ഉണ്ടാകും. ടീച്ചറിന്റെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം ഒന്ന് വ്യക്തമാക്കാമോ? സ്വഭാവം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒരേ സമയം ഒരു ക്ലാസ് റൂമിൽ വെച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഏകാധ്യാപക വിദ്യാലയത്തിൽ കാണുന്നത്. പിന്നെ ഒന്നിലായാലും 1 മുതൽ 4-ലായാലും എല്ലാ വിഷയവും നമ്മൾ തന്നെ എടുക്കണം. പരീക്ഷ നടത്താൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ BRC പോകണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവച്ചിട്ടാണ് പരീക്ഷ നടത്തുന്നത്. തമ്പൂരാനത്തിടും മുമ്പേ കരിങ്ങാനിങ്കോര വരച്ചാട്ടെ തകതകത്താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താരോ ആ ഏ ഓ ആ താരകപ്പെണ്ണാളെ കടിരാളുമേയാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്ങാനിങ്കോര വരച്ചാട്ടെ തകതകത്താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താരോ ആ ഏ ഓ ആ. ഇങ്ങനെ ഒരു വിദ്യാലയം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഈ രക്ഷകർത്താക്കളുടെ ഒരു പിന്തുണ വളരെയധികമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതൊരു വനവാസി മേഖലയാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിദ്യാലയം ഈ രീതിയിൽ ഇപ്പോൾ ആക്കി മാറ്റിയത്? ആദ്യം ഞാൻ വരുമ്പോൾ ഇവിടെ കുട്ടികൾ നേരത്തെ ഒരു ടീച്ചർ പഠിപ്പിച്ചിരുന്നു. അവർ 1 വർഷം 2 വർഷം പഠിപ്പിച്ചിട്ട് അവർ ജോലി കിട്ടിയപ്പം പോയായിരുന്നു. അപ്പം ഞാൻ വേറൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുട്ടികളൊന്നുമില്ല, ഈ ഒരു കുഞ്ഞു സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാനിവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ചന്തയ്ക്കൊക്കെ പോയിട്ട് ആൾക്കാർ ഇവർ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വന്നതാണ്, കുട്ടികളെ വിടണമെന്നൊക്കെ പറയും. പക്ഷേ ആദ്യം കാണുമ്പോൾ ഇവർ ഒളിച്ചു കളയും. പിള്ളേരെ വിടാൻ പിള്ളേരെക്കാളും മടി അവർക്കാണ്. എന്നിട്ട് ആദ്യം ഈ കൊഴിഞ്ഞു പോയ കുട്ടികളുണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ട് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ പഠിക്കാൻ പോകാതെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കുട്ടികളാണ് ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ. ഇവരെല്ലാം ഇങ്ങനെ സ്കൂൾ പ്രായം കഴിഞ്ഞവരുമാണ്. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം 4-ാം ക്ലാസ് പ്രായം കഴിഞ്ഞവരാണ്. അപ്പോൾ ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ട് 1 വർഷം കൊണ്ട് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ കിട്ടേണ്ട അടിസ്ഥാന, അതായത് എഴുതാനും വായിക്കാനും കണക്കിൽ കുറച്ച് ഗുണിക്കാനും കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ മറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാതെ ഇത് മാത്രം ഒരു ട്യൂഷൻ കൊടുക്കുന്ന മാതിരി ആദ്യത്തെ ഒരു 5 പേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 5ലേക്ക് പുറത്ത് ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിൽ കൊണ്ടാക്കി. അത് ഒരു വലിയൊരു വിശ്വാസം, അതിൽ ഇവരുടെ നിന്ന് ഒരു വലിയ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റും. അത് മുതൽ പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പോയിട്ട് ആദ്യവും നമുക്ക് സ്കൂളിൽ കൊച്ചുങ്ങൾക്ക് ബുക്ക് കൊടുത്തു വിടുന്ന പുസ്തകങ്ങൾ വലിച്ചേറി അവരടുപ്പിൽ വെച്ച് കത്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. കുട്ടികളെ വിടാതിരിക്കുക. കുട്ടികൾക്ക് വരണമെങ്കിലും ഈ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ പണിക്ക് പോകേണ്ടത് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുക. കുട്ടികളെക്കാളും ബുദ്ധിമുട്ട് അവർക്കായിരുന്നു. ഈ വനവാസികളുടെ മനഃശാസ്ത്രം ടീച്ചർ നല്ലവണ്ണം പഠിച്ചത്. അതെ എനിക്ക് കറക്റ്റാണ്. കാരണം അവർ സ്നേഹിച്ചാൽ എന്തും കൊടുക്കും. പിന്നെ അവർ തുറന്ന് ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഒരു ആശുപത്രി ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ആ കടയിൽ തന്നെയാണ് അവരുടെ ആശ്രയം. അവർ വേറൊരാളിനെ ആശ്രയിക്കുക അവർക്ക് ഇഷ്ടമില്ല. 20 വർഷം മുൻപൊക്കെയാണ് ടീച്ചർ ഇതുപോലെ വരുന്നു, ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഒന്നുകിൽ പെരുമഴയാവാം, അത്തരത്തിലുള്ള ഒരു പ്രകൃതിയുടെ ചില പ്രതിസന്ധികളുണ്ടാവും. അപ്പോൾ ഈ ഏതൊക്കെ വീടുകളിലായിരിക്കും നിൽക്കുന്നത്? അപ്പോൾ അന്ന് നേരിട്ട ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അവരുടെ കുടിയിലൊക്കെ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു റൂമിൽ അവരൊരു റൂമിൽ, അങ്ങനെയല്ല, എല്ലാവരും ഒരു ഹാളിലായിരിക്കും കിടക്കണം. നേരം എല്ലാവരും ഒരു ഹാളിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ റൂമൊക്കെ ഉണ്ടെങ്കിലും അത് അവരുടെ ഒരു രീതിയാണ്. ഇപ്പോഴും അങ്ങനെ. ഞാൻ ചിലപ്പോൾ സ്കൂളിൽ കിടക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കൂടെ സന്ധ്യയ്ക്ക് ഇവിടെ വരും കിടക്കാനായിട്ട്. സന്ധ്യയാകുമ്പോൾ എല്ലാ പണിയൊക്കെ ഒതുക്കിയിട്ട് ഇവിടെ വരും. ഈ മഴ പെയ്യുന്നുണ്ട്, നമുക്ക് അകത്തേക്കൊന്ന് കയറാൻ തോന്നുന്നു അല്ലേ? ഇവിടെ ഈ മഴ പെയ്യുമ്പോൾ നീണ്ടു നിൽക്കാറുണ്ടോ അതോ പെട്ടെന്ന്? കുറച്ച് സമയം, ചിലപ്പോൾ കുറേ സമയം നിൽക്കും. ടീച്ചർ ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നിരാഹാരം എന്ന അവസ്ഥയിലേക്ക് കടക്കേണ്ടി വന്നത്? 99-ലാണ് ഈ ഏകാധ്യാപക വിദ്യാലയങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 1500 രൂപയാണ് ഞങ്ങൾക്ക് ഓണറേറിയമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ സ്റ്റെപ്പ് 3000 രൂപയായി, 5000 രൂപയായി, അത് കഴിഞ്ഞ് 10000 രൂപയായി. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതലാണ് 18,500 നമുക്ക് കിട്ടാൻ തുടങ്ങി. ജനറൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഇത് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഫണ്ട് പ്രത്യേകം കണ്ടെത്തി തരണം. അങ്ങനെ വരുമ്പോൾ ശമ്പളത്തിനൊക്കെ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വേറെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല.
നമുക്ക് ഇൻഷുറൻസ് പോലും ഇല്ല. ഇത്രയും കാട്ടിനകത്ത് വന്ന് ഈ മൃഗങ്ങളുടെ ശല്യമായാലും ഇപ്പോൾ ഇത് മറ്റ് ശല്യങ്ങളുണ്ടെങ്കിലും അതുപോലും ഞങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ പോലും ഇല്ലല്ലോ. ഇത് വച്ച് നിർത്തിക്കൂടെ എന്ന് ചോദിക്കാം. എങ്ങനെ നിർത്തും ഈ കുട്ടികളെ? എന്തായാലും കുന്നത്തുമലയിൽ നിന്നും നമ്മൾ പടിയിറങ്ങുകയാണ്. ഈ ഒരു ഏകാധ്യാപക വിദ്യാലയവും കുട്ടികളും ടീച്ചറിനെയൊക്കെ കണ്ടത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി നമുക്ക് കാണാൻ കഴിയും. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നു. ടീച്ചർ നാളെയും പതിവ് പോലെ ഈ മല കയറിയും പുഴ കടന്നുമൊക്കെ ഇതേ കുട്ടികളെ കാണാനായിട്ട് ഇവിടെ എത്തും, ഈ വിദ്യാലയത്തിലേക്ക് എത്തും. ടീച്ചറിനും ഈ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒന്നാം കുന്നിൽ കയറിയപ്പം 1.5 വട്ടി വള്ളിപ്പയർ, എനിക്കും വേണം വള്ളിപ്പയർ, അമ്മയ്ക്കും വേണം വള്ളിപ്പയർ. വള്ളിപ്പയറു പറിച്ചാലും പയറു വള്ളി പറിക്കരുതേ, നാളെയും വേണം വള്ളിപ്പയർ, നാട്ടാർക്കെല്ലാം വള്ളിപ്പയർ. 2 കുന്നിൽ കയറിയപ്പം 2.5 വട്ടി പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, അച്ഛനും വേണം പാവയ്ക്ക.